കീം 2026 എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യത്തിൽ ഭയങ്കര തമാശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിള്ളേരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പാരൻസും. ജൂൺ 30 മുതൽ ജൂലൈ 4 വരെയുള്ളൂ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ടൈം. അപ്പോൾ അതായിട്ടില്ലേ, ഓപ്പൺ ആയിട്ടില്ലേ, ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ ഞങ്ങൾ അങ്ങോട്ട് വരികയാണ്, ആളുകൾ ഇങ്ങോട്ട് വരികയാണ് ശരിക്കും. അപ്പം ഞാൻ ഇതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കാൻ വേണ്ടി സിഇയുടെ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോൾ ഇതൊന്നും നോക്കാണ്ടാണ് ആളുകൾ ഇങ്ങോട്ട് പുറപ്പെടുന്നതും അന്വേഷിക്കുന്നതും വിളിക്കുന്നതും ബേജാറാവുന്നതും ഇത് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയുന്നതും പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിയാത്തതും ഇതൊന്നും ചെക്ക് ചെയ്യാണ്ടാണ്. നോക്കൂ, ഞാൻ കയറി നോക്കുമ്പോൾ അതിലൊന്നും വന്നിട്ടില്ല. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള പോസ്റ്റോ നോട്ടിഫിക്കേഷനോ ഒന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ വെറുതെ നിജസ്ഥിതി അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താണെന്നറിയോ, ഏതോ മരമണ്ടൻ എന്ത് ചെയ്തു, ജെമിനിയോട് ചോദിച്ചു എപ്പോഴാണ്. ഇപ്പം ഇത് അങ്ങനെയുള്ള മൂത്രം ഒഴിക്കാൻ പോകാനും ഫുഡ് കഴിക്കാൻ പോകണം, ഉറങ്ങണമെങ്കിൽ എണീക്കണമെങ്കിൽ ജെമിനി പറഞ്ഞാലേ എന്ത് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ChatGPT പറഞ്ഞാലേ പോവുള്ളൂ എന്നുള്ളത് കൊണ്ട് മൂപ്പര് അത് വെച്ച് ഇങ്ങനെ വെറുതെ അന്വേഷിച്ചപ്പോൾ എന്ത് ചെയ്തു, ജൂൺ 30 മുതൽ ജൂലൈ 4 വരെ 2026 കീമിൻ്റെ എഞ്ചിനീയറിംഗ് അലോട്ട്മെൻറ്റ് നടക്കും എന്ന വിവരം എവിടെയോ എടുത്ത് ഏതോ പൊട്ടം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇത് പ്രസിദ്ധീകരിച്ചതോടുകൂടി പിന്നെ ആളുകൾ പരക്കം പാച്ചിലായി. അത് കൊടുക്കണം, ഇത് കൊടുക്കണം, ചോയ്സ് കൊടുക്കണം. കാറ്റഗറി, പ്രൊഫഷണൽ കാറ്റഗറി റാങ്ക് വന്നിട്ടേ ഉള്ളൂ. ആർക്കിടെക്ചറിൻ്റെ റാങ്കിന് വേണ്ടിയുള്ള മാർക്ക് സബ്മിഷൻ വിളിച്ചിട്ടേ ഉള്ളൂ. ഇനി ചെയ്യാനുള്ള എന്താ, 2, 3, 4 ഒരാഴ്ചക്കുള്ളിൽ, 2 ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. ഉറപ്പിക്കാനൊന്നും പറ്റില്ല, ഗവൺമെൻറ് കാര്യമാണ്, കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമാണ് തീരുമാനിക്കേണ്ടത്. ഇനി എങ്ങനെ വന്നാലും 4 ദിവസം നമുക്ക് ഉണ്ടാവും, 5 ദിവസം ഉണ്ടാവും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ. ഏതായാലും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കോഴ്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി വെക്കണം. ഏത് കോഴ്സിന് പ്രിഫറൻസ് കൊടുക്കണം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താ, കമ്പ്യൂട്ടർ സയൻസിനേക്കാൾ കുറച്ചുകൂടി ഒരു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ ട്രെൻഡ് കൂടുന്നുണ്ടോ, അതിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം കൂടുന്നുണ്ടോ എന്നൊരു സംശയം വരുന്ന രീതിയിലാണ് ആളുകൾ സംസാരിക്കുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും. ദെൻ AI ഇൻ്റഗ്രേഷനോടുകൂടി കമ്പ്യൂട്ടർ സയൻസിൽ കോഡിങ്ങിൻ്റെ ഓപ്ഷൻസും ചാൻസസും പോയി മാസ് ഫയറിങ് നടക്കുന്നു. സത്യത്തിൽ ഒരു 40-45 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് IT റിട്ടയർമെൻറ്റ് പ്രായം നിശ്ചയിക്കപ്പെട്ടതുപോലെ, അനൗദ്യോഗികമായിട്ട് നിശ്ചയിക്കപ്പെട്ടതുപോലെ ഒരുപാട് ആളുകൾ പുറത്താക്കുന്നുണ്ട് എന്നത് ശരിയാണ്. AI ഇൻ്റഗ്രേഷൻ്റെ ചില മേഖലകളിൽ ചെറിയ കുഴപ്പങ്ങൾ വരുന്നുണ്ട് എന്നത് ഒഴിച്ചാൽ കമ്പ്യൂട്ടർ സയൻസിന് ഭയങ്കര കുഴപ്പങ്ങൾ ഉണ്ടാവും എന്ന് പ്രത്യക്ഷത്തിൽ പറയാനായിട്ടില്ല. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു ട്രെൻഡ്, ഈ വർഷം എഞ്ചിനീയറിംഗ് കോളേജുകളുടെ പ്ലേസ്മെൻറ്റുകളുടെ കാര്യത്തിൽ കാര്യമായ ചലനങ്ങൾ സംഭവിക്കാത്തതുപോലെ നമുക്കിങ്ങനെ തോന്നുന്നുണ്ട്. ഭയങ്കര ഒരു ഗതിവേഗത കൈവരിച്ചതുപോലെ നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കുറച്ചൊരു സ്ലോ ആയിട്ടുണ്ട് പ്ലേസ്മെൻറ്റുകൾ. ദെൻ പ്ലേസ്മെൻറ്റുകളെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ജോബ് പ്രവണതയ്ക്ക് എതിരാണ് ഞാൻ. അത് മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നിലേക്കും പോവില്ല. ദെൻ IT സെഗ്മെൻറ്റ് പ്ലേസ്മെൻറ്റുകൾ മാത്രമാണെങ്കിൽ നമ്മളുടെ കുട്ടികൾ ഈ സിസ്റ്റത്തിന് മുമ്പിൽ തളച്ചിടപ്പെടുന്ന നല്ല പ്രതിഭയുള്ള പിള്ളേരുണ്ടാവും. അതല്ലാത്ത ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ ചിന്തിക്കണം എന്നതുകൊണ്ട് പൊതുവേ പ്ലേസ്മെൻറ്റ് ട്രെൻഡുകളുടെ പിന്നാലെ ഞാൻ പോവാറില്ല. ചെയ്യാൻ പറ്റിയാൽ നല്ലത്, നിങ്ങൾക്ക് കിട്ടിയാൽ സന്തോഷം. അത് IT തന്നെ, ഇലക്ട്രിക്കലുകാരനും മെക്കാനിക്കലുകാരനും സിവിലുകാരനും IT പ്ലേസ്മെൻറ്റിലേക്ക് തന്നെ പോകണോ, കോർ പ്ലേസ്മെൻറ്റുകൾ വന്നാൽ അത് എടുക്കാം. അതല്ലെങ്കിൽ കോർ പ്ലേസ്മെൻറ്റ് വന്നില്ലെങ്കിൽ കിട്ടിയ ITയുടെ പിന്നാലെ പോവാതെ മറ്റ് ഓപ്ഷൻസിനെ കുറിച്ചും ചാൻസസിനെ കുറിച്ചും ചിന്തിക്കണമെന്നാണ് ഞാൻ പൊതുവെ പറയുന്നത്. എഞ്ചിനീയറിങ്ങിൻ്റെ ഹയർ ഓപ്ഷൻസിനെ കുറിച്ച് പറയുമ്പോൾ, ഹയർ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഒന്ന്, നമുക്ക് പെർട്ടിക്കുലർലി സ്പെസിഫിക് ആയിട്ട് MBA പ്രോഗ്രാമുകളിലേക്ക് മാറാം. MBA CAT എഴുതി, SAT എഴുതി, സ്നാപ്പ് എഴുതി, ദെൻ അത്തരം നല്ല ദേശീയ തലത്തിലുള്ള എക്സാമൊക്കെ എഴുതിയിട്ട് അല്ലെങ്കിൽ GMAT എഴുതി പുറത്ത് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാം. രണ്ടാമത്തത് മാസ്റ്റേഴ്സ് IITയിലോ NITയോ പോലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ വിദേശത്തോ ആലോചിക്കാം വിത്ത് ഫെലോഷിപ്പ്. പക്ഷേ വിദേശത്ത് പോകുന്നത് ആലോചിച്ച് ചിന്തിച്ച് കൃത്യമായി പഠിച്ചിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. മൂന്നാമത്തേത് ഗവൺമെൻറ് ടെക്നിക്കൽ ജോബുകൾ, ISRO, DRDO, റെയിൽവേ, സെൻട്രൽ പബ്ലിക് വർക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, വാട്ടർ അതോറിറ്റി, ഇലക്ട്രിസിറ്റി ബോർഡ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെൻറ് ജോബുകൾക്ക് ട്രൈ ചെയ്യാം. ദെൻ നാലാമത്തത് നോൺ ടെക്നിക്കൽ ഗവൺമെൻറ് ഉണ്ട്, CGL ഒക്കെ പോലെ, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പോലെ. ദെൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, ബാങ്കിങ് ടെസ്റ്റുകളൊക്കെ പോലുള്ള ടെസ്റ്റുകൾ എഴുതി പോവാം. മറ്റൊന്ന് ഫെലോഷിപ്പുകൾ ട്രൈ ചെയ്ത് മെറിറ്റ് ഫെലോഷിപ്പുകൾക്ക് കിട്ടി വിദേശത്തേക്ക് പോവാം. ഈ ഓപ്ഷൻസ് കൂടി മനസ്സിൽ കണ്ടിട്ട് അതോടൊപ്പം ആഡ് ഓൺ ഷോർട്ട് ടൈം കോഴ്സുകൾ കഴിഞ്ഞ് ജോലി കയറുന്നതും ആലോചിക്കാം. ഇങ്ങനെ ആലോചിക്കുമ്പോൾ എല്ലാ ബ്രാഞ്ചുകളും
തുല്യമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ ബ്രാഞ്ചുകൾ എടുക്കുമ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ കോഡിങ്ങും സൈബർ സെക്യൂരിറ്റിയും ഡേറ്റയും AI-യും ഇൻ്റഗ്രേഷനുകൾ അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആഡ് ഓൺ ആയിട്ടോ സപ്ലിമെൻ്ററി കോഴ്സായിട്ടോ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഒഴിച്ചാൽ ഭയങ്കര ഡൈവേഴ്സ് ഓപ്ഷൻസ് കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെയല്ല. IES-ഉം ഗേറ്റും ഒക്കെ എഴുതി, DRDO-യും ISRO ടെസ്റ്റ് എഴുതി, OCES പോലുള്ള എക്സാമുകളൊക്കെ എഴുതി, അതല്ലാത്ത മറ്റു ഓപ്ഷനുകളിലേക്ക് IT അല്ലാത്ത ഓപ്ഷനുകളിലേക്ക് വരാം. കോർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ട്രൈ ചെയ്യാം. കുറച്ചുകൂടി വൈവിധ്യമുള്ള ഒരു മേഖല എന്ന നിലക്ക്, ഒരു ബ്രാഞ്ച് എന്ന നിലക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് നല്ല ഓപ്ഷനാണ്. ഇലക്ട്രോണിക്സിൻ്റെ കുറേ ഭാഗങ്ങളിലേക്ക് മാറാം. അതോടൊപ്പം ഇലക്ട്രിക്കലിന് സ്പെസിഫിക് ആയിട്ടുള്ള എനർജി കണക്റ്റഡ് ആയ ഒരുപാട് ഓപ്ഷൻസിലേക്ക്, പവർ ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട, പവർ ട്രാൻസ്മിഷനും റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ടത്, മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടതിലേക്കൊക്കെ ഇലക്ട്രിക്കലുകാർക്ക് മാറാവുന്നതാണ്. അതോടൊപ്പം എയറോസ്പേസും എയറോനോട്ടിക്കലും ക്രയോജനിക്സും റോക്കറ്ററി പോലുള്ള ഏരിയകളിൽ നേരത്തെ പറഞ്ഞ ഗവൺമെൻറ് ജോബ് ഓപ്പർച്യൂണിറ്റീസും 5 ഓപ്പണിങ്സും ഈ ഇലക്ട്രിക്കലുകാർക്ക് ഓപ്ഷൻ്റെ കാര്യത്തിൽ വൈവിധ്യങ്ങൾ ഉണ്ടാവുന്ന മേഖലകളിലേക്ക് നമുക്ക് മാറാവുന്നതാണ്. മെക്കാനിക്കൽ വരുമ്പോൾ കുറച്ചുകൂടി തെർമോഡൈനാമിക്സും ഹൈഡ്രോളിക്സും ഓറിയണം, മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ പ്രോസസ് ഇൻഡസ്ട്രീസിൽ ഗവൺമെൻറ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, പ്ലേസ്മെൻറ്റ് കാര്യമായിട്ട് വരാത്തൊരു മേഖല എന്ന് വേണമെങ്കിൽ ഇതുവരെ നമ്മൾ ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ കോർ ബ്രാഞ്ചുകളിലേക്ക്, കോർ ഏരിയകളിലേക്ക് മെക്കാനിക്കലിൽ നിന്ന് ചില കോളേജുകളിൽ നിന്ന് വരുന്നുണ്ട്. അത്തരം കോളേജുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. ദെൻ അതോടൊപ്പം കെമിക്കലും സിവിലും താല്പര്യമുള്ള ആളുകൾക്ക് ഹയർ ഓപ്ഷൻസ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഗവൺമെൻറ് സെക്ടർ ഓപ്പർച്യൂണിറ്റീസിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിവിൽ എടുക്കാം. കെമിക്കലിന് കുറച്ചുകൂടി വൈവിധ്യമാർന്ന മേഖലകൾ കെമിക്കലുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ചെയ്യാം. ടോട്ടൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ കേരളത്തിൽ ഒരു 50, 55, 56 ആണെങ്കിൽ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ, കെമിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് ഈ കോഴ്സുകളെ കോർ ബ്രാഞ്ചുകളായിട്ട് കണക്കാക്കാം. വളരെ സ്പെസിഫിക് ആയിട്ട് നേവൽ ആർക്കിടെക്ചറും സേഫ്റ്റി എഞ്ചിനീയറിംഗ് പോലെ പ്ലേസ്മെൻറ്റ് കൃത്യമായിട്ട് നൽകുന്ന സ്ഥാപനങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. ദെൻ താല്പര്യങ്ങൾക്കനുസരിച്ച് മറ്റ് മേഖലകളിലേക്ക് മാറാവുന്നതാണ്. എഞ്ചിനീയറിംഗ് കോർ എന്ന് പറഞ്ഞതാണ്. ഇനി ഇത് നമ്മൾ ഏതെടുക്കണമെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് കോളേജുകളാണ്. 3 ടൈപ്പ് കോളേജുകളാണ്. പക്ക ഗവൺമെൻറ് 12 എയ്ഡഡ് ഗവൺമെൻറ് കോളേജുകൾ. അതിനൊരു റാങ്ക് ചെയ്യുമ്പോൾ ട്രിവാൻഡ്രം TVE, TKM, TCR, MAC, KTE, TRV, NSS, ദെൻ ഈ കോളേജുകൾ എടുക്കാം. കണ്ണൂർ വേണമെങ്കിൽ ചേർക്കാം. ദെൻ അതുപോലെ ഗവൺമെൻറ് സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ MDL, SCT, CHN, ദെൻ ADR, KSD, ദെൻ അങ്ങനത്തെ കോളേജുകൾ ഒരു 5, 6 വേണമെങ്കിൽ നമുക്ക് റാങ്കിനനുസരിച്ച് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ബാക്കി കോളേജുകൾ എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഒരു യുക്തി ബോധം വെച്ചുകൊണ്ട് തീരുമാനിക്കുക. ദെൻ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകളാണെങ്കിൽ ദെൻ അത് രാജഗിരി, RET, മുത്തൂറ്റ്, ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, സെയിൻറ്റ് ഗിറ്റ്സ്, MGP, ദെൻ MBT, മാർ ബസേലിയോസ്, ദെൻ അമൽ ജ്യോതി, ക്രൈസ്റ്റ്, ദെൻ അതുപോലെ തന്നെ SCM അങ്ങനത്തെ കോളേജുകൾ ഒരു 10-15 കോളേജുകൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. അതിൽ AJCയും BJCയും അതുപോലെ NCയും ASIയും ടോക്കച്ചും ദെൻ വിദ്യ അക്കാഡമിയും ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജും നെഹ്റു കോളേജൊക്കെ നമുക്കിങ്ങനെ ഒരു റാങ്ക് അനുസരിച്ച് കൊടുക്കാം. അത്തരം റാങ്ക് അനുസരിച്ച് കോളേജുകൾ ഏതൊക്കെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, ഏത് ബ്രാഞ്ച് സ്പെഷ്യലൈസ് ചെയ്യണം, ഏത് ബ്രാഞ്ചിലാണ് ഹയർ സ്റ്റഡീസ്, ഗവൺമെൻറ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ കരിയർ ഗുരു ഓഫീസിൽ സംവിധാനമുണ്ട്. നേരിട്ട് വരിക. ഓപ്ഷൻ വേണമെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ തന്നെ കൊടുക്കാം. അപ്പോൾ ഓപ്ഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി പ്രിൻ്റ് എടുത്ത് തന്ന് വീണ്ടും ഒന്ന് റീചെക്ക് ചെയ്ത് സ്ഥാനങ്ങൾ മാറ്റേണ്ടതുണ്ടോ ഇല്ലേ എന്ന് നോക്കിയതിന് ശേഷം വീണ്ടും ഓപ്ഷൻ റീസ്ട്രക്ചർ ചെയ്യുന്നതാണ്. അത്തരം സംവിധാനങ്ങളും സൗകര്യങ്ങളും ഇവന്ന് ഉപയോഗപ്പെടുത്തി ഇവിടുത്തെ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് ചെയ്യാം. താല്പര്യമുള്ള ആളുകൾ താഴെയുള്ള ലിങ്കിൽ കയറി വാട്സപ്പ് ഗ്രൂപ്പിൽ, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കയറുക. നിങ്ങൾക്ക് നിർദ്ദേശങ്ങളും ഓരോ സമയങ്ങളിലും വരുന്ന നോട്ടിഫിക്കേഷനും കൃത്യമായിട്ട് അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഏതായാലും നല്ല ചോയ്സ് ഫില്ല് ചെയ്ത് നല്ല കോളേജിൽ നല്ല കോഴ്സ് സെലക്ട് ചെയ്യാനാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.